ഹലോ ഗൈസ്, ഗൗരീശങ്കരത്തിന് പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാദേവൻ രാധാമണി തങ്കച്ചിയോട് പറയുകയാണ്, നീ പേടിക്കേണ്ടടി രാധാമണി, കാരണം നമ്മുടെ കുട്ടിശങ്കരൻ പണിയെടുത്തിട്ട് അവളെ വക്കീലാക്കും എന്നല്ലേ പറഞ്ഞേ. ഇതുവരെ നമ്മുടെ കുട്ടിശങ്കരൻ എന്തെങ്കിലും പണിക്ക് പോയിട്ട് നീ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ആ കാര്യം നടക്കുമല്ലോ എന്ന് പറയുമ്പോൾ രാധാമണി തങ്കച്ചി പറയുകയാണ്, അത് ശരിയാ, പക്ഷേ ആ പ്രോസറെങ്ങാനും കാശ് കൊടുത്താൽ നമ്മൾ എന്നെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മഹാദേവൻ പറയുവാണ്, നീ അതോർത്ത് വിഷമിപ്പിക്കേണ്ട, നമ്മുടെ ശങ്കരനെ ഗൗരിതൻ ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യം ഇവിടെ ഞാൻ ഉണ്ടാക്കും എന്ന് പറയുവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഗംഗേനെ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള പദ്ധതി ആയിരിക്കുന്നു. അപ്പോഴേക്കും രാധാമണി തങ്കച്ചി പറയാം, അങ്ങനെയൊക്കെ ആയാൽ കൊള്ളായിരുന്നു, എനിക്ക് അവിടെ വക്കീലാവുന്ന തൊട്ട് സഹിക്കുകയില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ മഹാദേവൻ പറയാം, അതോർത്ത് നീ വിഷമിക്കേണ്ട, അവൾ എന്തായാലും ആവുകയില്ല, ഞാൻ അവളെയും കൊണ്ട് തന്നെ പറയിക്കും ശങ്കരനെ വേണ്ടാന്നുള്ളത്. അങ്ങനെ അവൾ ഇവിടുന്ന് ശങ്കരനെയും വക്കീൽ പഠിത്തവും വിട്ടിട്ട് പോകും കേട്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമലയിടത്തേക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി ഗൗരി ചെല്ലുവാണ്. മരുന്നെല്ലാം കഴിച്ച് കഴിയുമ്പോൾ കമലയിടത്ത് ഉറങ്ങിയിട്ട് ഗൗരി പൊക്കോളാന്ന് പറയുമ്പോൾ കമലയിടത്തി പറയുന്നുണ്ട്, വേണ്ട ഗൗരി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കുമല്ലോ, നീ പോയി കിടന്നു എന്ന് പറയുവാണ് കേട്ടോ. കുറേ നിർബന്ധിച്ച് കഴിയുമ്പോഴത്തേക്കും ഗൗരി പോയി കിടക്കുവാണ്. അങ്ങനെ കമല ചെറുതായിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ശേഖരൻ പയ്യെ വാതിൽ തുറക്കുവാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയാണ്, പ്രാന്തി കമല കിടന്ന് ഉറങ്ങിയോ, നിൻ്റെ കിടത്തം ശരിയാക്കി തരാമെന്നൊക്കെ നമ്മുടെ ശേഖരൻ മനസ്സിൽ പറയുവാണ് കേട്ടോ. എന്നിട്ട് ശേഖരൻ പയ്യെ ചെന്നിട്ട് കമല കിടക്കുന്നതിൻ്റെ അടുത്തുനിന്നൊരു ഡ്രോയറിൽ നിന്ന് ഒരു കുപ്പി മദ്യം എടുക്കുവാണ്. ആ ഒച്ചയായിട്ട് നമ്മുടെ കമല എഴുന്നേക്കുവാണ് കേട്ടോ. കമല എഴുന്നേക്കാൻ നേരത്തേക്ക് നമ്മുടെ ശേഖരൻ ചോദിക്കുകയാണ്, നീ എഴുന്നേറ്റോടി കമലേ, ഇത് ചാരങ്ങാട് വീട് എൻ്റെ വീടാണ്, അപ്പോൾ എനിക്ക് തോന്നോടത്ത് ഞാനിരുന്ന് മദ്യപിക്കും, നീ എന്തിനാടി എന്നെ നോക്കി പേടിപ്പിക്കുന്നത് എന്നൊക്കെ കുറേ ചോദിക്കുവാണ് കേട്ടോ. പയ്യെ കമല കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോയി അവിടെയുള്ള അലമാരി തുറക്കുവാണ് കേട്ടോ. അലമാരിക്കകത്തുനിന്ന് എന്തോ എടുക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അത് കാണുമ്പോഴത്തേക്കും ശേഖരൻ ചോദിക്കുകയാണ്, അവിടെ നിൻ്റെ അമ്മൂമ്മയുടെ ആധാരം ഇരിപ്പുണ്ടോടി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കമല അതിൽ നിന്ന് ഒരു തോക്കെടുത്ത് പുറകെ വെച്ചിട്ട് പറയുകയാണ്, ഇതിൻ്റെ അകത്ത് എൻ്റെ അമ്മൂമ്മയുടെ ആധാരം ഇരിക്കുന്നതെന്നും പറഞ്ഞ് നമ്മുടെ ശേഖരൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. എന്നിട്ട് ആ തോക്ക് നേരെ ചൂണ്ടുവാണ് കേട്ടോ. ശേഖരൻ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പറയാണ്, കമലെ, എടി മോളെ, നീ താഴെയിട്, തോക്ക് വെച്ച് കളിക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കമല പറയാണ്, ഇത് ഞാൻ തൻ്റെ രണ്ട് കണ്ണിലോട്ടും വെച്ച് പൊട്ടിക്കും, തനിക്ക് കാണണോടോ എന്ന് ചോദിക്കണം. ശേഖരൻ ശരിക്കും പേടിച്ചു പോവാണ് കേട്ടോ. എന്നിട്ട് തനിക്ക് കുടിക്കണോ, താൻ കുടിക്കണ്ട, താനത് അവിടെ വെക്കുമെന്ന് പറഞ്ഞിട്ട് ശേഖരനോട് കമല പറയാണ്, താനേ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോണം എന്ന് പറഞ്ഞ ഒരു ബെഡ്ഷീറ്റും പില്ലോയും എടുത്ത് കൊടുക്കുക. എന്നിട്ട് എടോ വിരിക്കടോ, താഴോട്ട് വിരിച്ചിട്ട് അവിടെ കിടക്കാനാണ് പറഞ്ഞതെന്ന് പറയും. ശേഖരൻ ഇങ്ങനെ, എൻ്റെ പൊന്നെ, ഇതെവിടെ ഇങ്ങനെ നിലത്ത് കിടക്കണോ, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇങ്ങോട്ട് വരാത്തതെന്നുള്ള രീതിയിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പയ്യെ നിലത്ത് കിടക്കുവാണ് കേട്ടോ. എന്നിട്ട് ശേഖരനോട് പറയുന്നത്, ഇവിടെ കിടന്നോണം നീ എന്ന് പറഞ്ഞിട്ട് കമല വീണ്ടും കയറി കിടന്ന് പുതപ്പൊക്കെ മൂടുവാണ് കേട്ടോ മുഖത്ത്. അങ്ങനെ കമല പയ്യെ ഉറങ്ങുന്ന പോലെയാണ് കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ശേഖരൻ പയ്യെ പൊങ്ങി നോക്കുക കമല ഉറങ്ങിയോ എന്നുള്ളത്. ഒരു ശേഖരൻ മനസ്സിൽ പറയാം, പ്രാന്തിയുടെ കയ്യിലാണ് ഇരിക്കുന്ന തോക്ക്, രാത്രി എന്നാ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല, പയ്യെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയേക്കാമെന്ന് പറഞ്ഞ് ശേഖരൻ അവിടുന്ന് മുട്ടയെ നിരങ്ങി ഫ്രണ്ടിലോട്ട് പോവാണ് കേട്ടോ. എൻ്റെ ഒച്ചയായിട്ട് വീണ്ടും കമല എഴുന്നേക്കുവാണ്. കമല ചോദിക്കും, താനെന്തോടോ ഇള്ളാക്കുഞ്ഞാണോ, താൻ എങ്ങോട്ടേ പോകുന്നത്, എഴുന്നേറ്റ് തിരിച്ചിവിടെ വന്ന് കിടക്കാനാണ് നിന്നോട് പറഞ്ഞേ, അല്ലെങ്കിൽ ഇത് ഞാൻ ഡിഷു എന്ന് പറഞ്ഞോളെ നിൻ്റെ തല പൊട്ടിക്കും എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് ശേഖരൻ പിന്നെയും പേടിക്കുവാണ് കേട്ടോ. എന്തായാലും കമല പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഇപ്പം പൊട്ടിക്കും, പണ്ടത്തെ സ്വഭാവമൊന്നും അല്ലാന്ന് അറിയാവുന്നതുകൊണ്ട് ശേഖരൻ പിന്നെയും വന്ന് അവിടെ കിടക്കുവാണ്. എന്നിട്ട് ശേഖരൻ മനസ്സിൽ ചിന്തിക്കുക, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, ഒരാവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് ശേഖരൻ അവിടെ കിടന്നുറങ്ങുവാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കമലയും കിടന്നുറങ്ങുവാണ് കേട്ടോ. കമല തോക്കൊക്കെ പിടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് ശേഖരനെ നോക്കിയിട്ട് കുറേ പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. പിന്നെ കാണിക്കുന്ന അന്ന് രാത്രി നമ്മുടെ നവീൻ ബ്രോ ഒരു ചെറുപ്പക്കാരനെയും കൂട്ടി ധ്രുവൻ്റെ അടുത്തോട്ട് വരും. എന്നിട്ട് പറയും, ഇവനാണ് ശങ്കർബായിക്കുള്ള എര എന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്കും ധ്രുവൻ ചോദിക്കുക, ഇവനെ എന്തിനു കൊള്ളാമെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഇവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു നിരാശാകാമുകൻ്റെ ലുക്കില്ലേ, അത് വെച്ച് നമ്മൾ കളിക്കും എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ധ്രുവൻ പറയണോ, നവീൻ്റെ ഐഡിയ എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയണം. ഐഡിയ എന്താ നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ധ്രുവനും നവീനും കൂടെ പറഞ്ഞു പഠിപ്പിക്കുവാണ് ആ ചെറുക്കനോട്, നീ ഒരു നിരാശാകാമുകനാണ്, നീ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ വീട്ടിൽ നല്ല സാമ്പത്തികമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നീ അജിത്തിൻ്റെയും ജോജുവിൻ്റെ അടുത്ത് ചെന്ന് ആ ത്രൂ നമ്മുടെ ശങ്കർബായിയുടെ ഫ്രണ്ടായിട്ട് മാറണം. ഈ കഥയെല്ലാം ശങ്കർബായിയോടും പറയണം, നീ ഒറ്റ മോനാണ്, വീട്ടിൽ വേറെ പ്രാരാബ്ദങ്ങളൊന്നുമില്ല, അങ്ങനെ ശങ്കർബായി നിന്നെ സഹായിക്കാമെന്ന് വാക്ക് തന്നാൽ ആ സ്പോട്ടിൽ നിൻ്റെ അക്കൗണ്ടിൽ കാശ് കയറും എന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇത് കുഴപ്പമൊന്നും ആവുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും, ശങ്കർ നിന്നെ സഹായിക്കാമെന്ന് വാക്ക് തന്നാൽ ശങ്കർ നിന്നെ സഹായിക്കും, ആ സ്പോട്ടിൽ നിൻ്റെ അക്കൗണ്ടിൽ കാശും കയറിയിരിക്കും, നീ വേറെ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവർ പരസ്പരം നോക്കി നിന്ന് ചിരിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന അടുക്കളയിൽ വേലക്കാരി ക്യാരറ്റ് അരിയുവാണ്. അത് ഭയങ്കര വലുപ്പത്തിൽ അരിയുമ്പം ഗൗരി പറയും, ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞൂടെ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രാധാമണി തങ്കച്ചി അങ്ങ് കയറി വരുവാണ് കേട്ടോ. എന്നിട്ട് കളിയാക്കിക്കൊണ്ട്
ഗൗരിയെ കളിയാക്കിക്കൊണ്ട് വേലക്കാരോട് പറയാം, എടി മാഡം പറയുന്ന പോലെ ചെയ്തേക്ക്, അല്ലെങ്കിൽ നിന്നെ കോടതി കയറ്റും എന്നൊക്കെ പറയുമ്പോഴേക്കും വേലക്കാർ പറയാം, അതിനിവിടെ വേറെ വക്കീലന്മാരുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാധാമണി തങ്കച്ചി പറയും, അത് നീ നിൻ്റെ മാഡത്തിനൊന്ന് കൊട്ടിയതാണല്ലോടി എന്ന് പറയും. അത് കഴിയുമ്പോഴത്തേക്ക് രാധാമണി തങ്കച്ചി എന്നിട്ട് ഗൗരിയെ വെല്ലുവിളിക്കുവാണ് കേട്ടോ, നീ എന്തായാലും വക്കീലാവാൻ പോകുന്നില്ല, എൻ്റെ മകൻ സമ്പാദിച്ച കാശ് കൊണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പാന്ന് പറയുമ്പോഴത്തേക്കും ഗൗരി പറയും, ഞാൻ ആയെങ്കിലോ ശങ്കർ അധ്വാനിച്ച കാശിൽ തന്നെ ഞാൻ വക്കീലായി ഫസ്റ്റ് റാങ്ക് മേടിച്ചെങ്കിലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രാധാമണി തങ്കച്ചി പറയാം, എങ്കിൽ നിന്നെ ഞാൻ മാഡം എന്ന് വിളിക്കും, ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണല്ലോ ഈ ബെറ്റ് വെക്കൽ, മാഡം എന്ന് വിളിക്കും, വെറും മാഡം എന്നല്ല വക്കീൽ മാഡം എന്ന് വിളിക്കുമെന്ന് പറയും. ആ സമയത്ത് നമ്മുടെ കമല അങ്ങ് അടുക്കളയിലോട്ട് വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രാധാമണി തങ്കച്ചി ചോദിക്കും, ഇവർക്ക് എവിടെയെങ്കിലും പോയിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കമല പറയുന്നത്, ഞാൻ അമ്മയ്ക്കൊരു ജ്യൂസ് അടിച്ച് തരാൻ വേണ്ടി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും വേലക്കാരും പറയും, അങ്ങനെയെങ്കിലും കമല കൊച്ചമ്മ എന്തെങ്കിലും പണിയെടുക്കട്ടെ മേഡം, അടിക്കട്ടെ ജ്യൂസ് എന്ന് പറയും. ആ സമയത്ത് കമല ജാറൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. എന്നിട്ട് അവിടെ കുറച്ച് പച്ചമുളക് ഇരിപ്പുണ്ട് കേട്ടോ, അതെടുത്ത് ജാറിൻ്റെ അകത്തോട്ട് ഇടുവാണ്. ഇത് കാണുമ്പോഴേ രാധാമണി തങ്കച്ചിക്ക് കാര്യം മനസ്സിലാവും. രാധാമണി തങ്കച്ചി പറയും, എനിക്ക് ജ്യൂസും വേണ്ട ഒന്നും വേണ്ട, ഞാനിവിടുന്ന് പോവാമെന്നും പറഞ്ഞ് രാധാമണി തങ്കച്ചി അവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ് കേട്ടോ. വേലക്കാരി എന്നിട്ട് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്ന കമലയോട് പറയും, സാരമില്ല മാഡം, നമുക്ക് രാധാമണി മാഡത്തിന് തന്നെ കൊടുക്കാം, ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രഷ് ജ്യൂസായിട്ട് തന്നെ ഇരുന്നോളും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ കമല പറയും, അതിൻ്റെ ഫ്രഷ്നെസ് പോവായിരിക്കും എന്ന് പറയുമ്പോൾ വീണ്ടും പുള്ളിക്കാരി പറയാം, ഇല്ല മാഡം ഞാൻ ഇപ്പോൾ തന്നെ ഫ്രിഡ്ജ് വെച്ചോളാം, പേടിക്കണ്ടെന്ന് പറയാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം കേട്ടിട്ട് കമല പറയാം, ഗൗരി നമ്മുടെ അമ്മയോട് ഇവൾക്ക് എന്ത് സ്നേഹമല്ലേ, ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരു കാര്യം ചെയ്യുക, ഈ ഫ്രഷ് ജ്യൂസ് ഇവൾ കുടിക്കട്ടെ എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേട്ട വേലക്കാരി ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് കമല ഒരു കത്തി എടുത്തിട്ട് വേലക്കാരുടെ കഴുത്ത് വെച്ചിട്ട് പറയാം, മര്യാദയ്ക്ക് ഇത് കുടിക്കടി എന്ന് പറയുവാണ്. പിന്നെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലയെന്ന് മനസ്സിലായി പുള്ളിക്കാരി അത് മേടിച്ച് കുടിക്കുവാണ് കേട്ടോ. ഗൗരി ഇടയ്ക്ക് കുറേ തവണ വേണ്ട ഇത് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കമല കേൾക്കുന്നില്ല. പച്ച മുളകിൻ്റെ ജ്യൂസ് ഫുള്ളും ആ വേലക്കാരത്തെയും കൊണ്ട് കുടിപ്പിക്കുകയാണ്. കുടിച്ച് കഴിയുമ്പോഴത്തേക്കും കമല പറയാണ്, ഇപ്പോഴൊരു ആശ്വാസമായതെന്ന് പറയണം കേട്ടോ. വേലക്കാരത്തിയാണെങ്കിൽ എരിഞ്ഞിട്ട് നെഞ്ചൊക്കെ തിരുമ്മി നിൽക്കുവാണ്. ഗൗരിക്ക് ചെറുതായിട്ട് ചിരി വരുന്നുണ്ട്, പക്ഷേ ഗൗരി വിഷമം ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. താങ്ക് യു.